ഇതും ഫുള്ള് മരമാണെന്ന് തോന്നണ ഈ കാണുന്നത്. തൂണ് പോലെ നിൽക്കണണ്ട. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും അങ്ങനെയാണ്, ഇങ്ങനെ തൂണ് വന്നിട്ട്. എന്താണ് അങ്ങനെ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ നോർത്ത് കരോലിന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ നോക്കിക്കേണ്ട ബീച്ച് സൈഡോട് കൂടിയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കറങ്ങാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബീച്ചാണ്. ഈ ബീച്ചല്ല കേട്ടോ, ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ തന്നെ അങ്ങോട്ട് കുറേ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ നമുക്ക് ആ തിരക്കുള്ള അടിപൊളി വൈബുള്ള ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകാം. പിന്നെ വേറെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാം. എന്തായാലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എത്ര നേരം നിന്നാലും മതിയാവില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അത്രയ്ക്ക് രസമുണ്ട്. ഇവിടെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കിവിടെ വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ നമുക്ക് ഇതിലെ നടന്ന് നമുക്ക് ബീച്ചിലേക്കൊക്കെ പോകാനുള്ള വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട ഇതിലെ പോയി നടന്ന് ബീച്ചിലേക്കൊക്കെ പോകാം. അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് നടന്ന് പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ സമയമില്ല, നോക്കാം. ഇന്ന് സമയം ഉണ്ടെങ്കിൽ ഇന്ന് എടുക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് നോക്കണ്ടേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ തിരമാലകൾ അടിക്കണ സൗണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഇത്രയും ദൂരം ഉണ്ടല്ലോ. ദൂരമൊന്നുമില്ല, അധികം ദൂരമില്ല, കുറച്ചടുത്തൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഓർക്കും ഇത് ഒരുപാട് ദൂരെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ്, അത് കണ്ടോ ഇങ്ങോട്ട് കുറേ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി പുറത്തു പോകാം, പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ റൂം വരുന്നത് 2ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. ഫുള്ള് മരം വെച്ചിട്ടാണെന്നേ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയേക്കണത്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണല്ലോ. ഈ പകൽ വെളിച്ചത്തിൽ ഇപ്പോഴാണെന്നേ നമ്മളിതൊക്കെ ക്ലിയർ ആയിട്ട് കാണണം. കഴിഞ്ഞ ദിവസം രാത്രി വന്നതുകൊണ്ടേ ഫുള്ള് ഇരുട്ടായിരുന്നല്ലോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ വാക്ക് വേ കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് മാത്രമായിട്ടാണ് കേട്ടോ, പബ്ലിക്കിനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വലിയ തിരക്കും ബഹളങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ അതുമല്ലാതെ ഈ അപ്പാർട്ട്മെൻറ്റിൽ അധികം ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം ആയതുകൊണ്ടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. തിരക്കുകളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിക്കേണ്ടേ ബീച്ച് തൊട്ടടുത്താണ്. നമുക്ക് വേഗം തന്നെ അതിലിറങ്ങി അങ്ങോട്ട് ബീച്ചിലൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര സുഖമുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണില്ല, നമുക്ക് പുറത്തൊക്കെ കറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ജസ്റ്റ് പിള്ളേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നേ. നമ്മുടെ ന്യൂജേഴ്സിയുടെ അത്ര തണുപ്പൊന്നും ഇല്ലെങ്കിലും ഇവിടെയും ഉണ്ടിട്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ. എന്നാലും ഇവിടെ വരെ വന്നിട്ട് കറങ്ങാൻ പോകാതെ പറ്റൂല്ലോ, വെറുതെ റൂമിൽ തന്നെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ നമ്മളൊരു ഉച്ചയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും നേരം വരെ നമ്മൾ ആ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനും ആ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഈ സ്ട്രീറ്റിൽ മൊത്തം ഓരോരോ അപ്പാർട്ട്മെൻറ്റുകളാണ്, നിറച്ച് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ഉണ്ട് ഇത്. തിരക്ക് ഉണ്ടാവും, ടൂറിസ്റ്റുകളൊക്കെ വരുമെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ഇത്രക്ക് റിസോർട്ടും അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. നിറച്ച് ഇത് തന്നെയാണ് ഈ ബീച്ചിനോട് സൈഡ് തന്നെ ഫുള്ള് റിസോർട്ട് അപ്പാർട്ട്മെൻറ്റുകൾ. ഇത്രയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു ഇരുട്ട് പോലെ ഇരുന്ന് വെച്ചാൽ. സ്ട്രീറ്റിൽ അങ്ങനെ വെളിച്ചമൊന്നുമില്ല, കാരണം അങ്ങോട്ട് ക്യാമറയിൽ തെളിയില്ലല്ലോ. അടിപൊളിയാണ്ട ബീച്ചിൽ ചെല്ലുമ്പോൾ അറിയാം ഇവിടുത്തെ വൈബൊക്കെ, തിരക്കുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ. നമ്മുടെ വണ്ടി എടുക്കണുള്ളൂ. ഇങ്ങനത്തെ പോർച്ചാണ്ട, ഇതും ഫുള്ള് മരമാണെന്ന് തോന്നണ ഈ കാണുന്നത്. തൂണ് പോലെ നിൽക്കണണ്ട. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും അങ്ങനെയാണ്, ഇങ്ങനെ തൂണ് വന്നിട്ട്. എന്താണ് അങ്ങനെ? എനിക്ക് തോന്നണേ വല്ല വെള്ളക്കെട്ടൊക്കെ വരാതിരിക്കാനായിരിക്കും. ബാക്കിൽ ഫുള്ള് ബീച്ചല്ലേ, എന്താണോ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പോകാം. നമ്മൾ മേരിലാൻഡ് ബീച്ചിൽ പോയ സമയത്ത് ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റുകളും ഇങ്ങനെ റിസോർട്ടുകളൊക്കെ തന്നെയായിരുന്നു. അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഇവിടെ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞത്. എന്തോരം അപ്പാർട്ട്മെൻറ്റാണ് നോക്കുക, 2 സൈഡിലും ഇങ്ങനെ ഒരുമാതിരിത്തെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഫുള്ള് കുറേ ഉണ്ട്
ഇതിങ്ങനെ മൈലുകളോളം ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ വലിയ തിരക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ടാണ് തോന്നണം. ചിലപ്പോൾ നാളെ മറ്റേന്നൊക്കെ ആയിട്ട് തിരക്കൊക്കെ വരുമായിരിക്കും. നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സ്പോട്ട് കണ്ടായിരുന്നേ. നല്ല അടിപൊളി സ്ഥലം. ഇങ്ങനെ ഫുള്ള് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഐ ലവ് കാരലീന ബീച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ സ്പോട്ടൊക്കെ കണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വലിയ തിരക്കൂലേ പറഞ്ഞു കൊടുത്തു. അത് കാരണം നമുക്ക് മര്യാദയ്ക്ക് ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ നമുക്കിങ്ങനെ റെൻറ്റിനൊക്കെ എടുത്തിട്ടേ ഇങ്ങനെ വേണമെങ്കിൽ ഫിഷിങ്ങിനൊക്കെ നമുക്ക് പോകാം. അങ്ങനത്തെ ബോട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ ഗൈഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് മീനൊക്കെ പിടിക്കാം. അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. മാതിരത്തെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇരിക്കുന്ന യാച്ചുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ അവൾ അവിടെ നിന്ന് ഏറെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. മുട്ടിന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. അതാരണം തന്നെ ആകെ ഒരു എന്തോ മാതിരിയായിരുന്നു. എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് കഫേകളാണ്, റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്കൊക്കെ കയറിയപ്പോഴത്തേനും ഫുള്ള് പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂജേഴ്സി പോലെ അങ്ങനെ വറ്റി വരണ്ടൊന്നും ഇരിക്കണമെന്നില്ല. വിൻ്റർ സീസൺ ആണെങ്കിലും ഇവിടെ ഇപ്പോഴും നല്ല പച്ചപ്പാണ്. എന്ന് വെച്ചുകൊണ്ട് തണുപ്പില്ലായ്കയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. വന്നാലും നമ്മുടെ ന്യൂജേഴ്സിയുടെ അത്ര ഇല്ല എന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുക. അങ്ങനെ ഇവിടെ ഈ പാർക്കിൻ്റെ ഇവിടെ വന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലായത്. ഈ പാർക്ക് ഇന്ന് ക്ലോസ്ഡ് ആണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആവുള്ളൂ എന്നാണ് കേട്ടോ പറയണേ. അതുകൊണ്ട് ഭയങ്കര വിഷമമായി പോയി. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഇതേ തിരിച്ചു പോകണ കണ്ടില്ലേ. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. വില്ലിംഗ്ടണിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒന്നാണ്. ആ പാർക്കിൽ എന്താ ഇപ്പോൾ ഇത്ര സംഗതി എന്ന് പറയാനായിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ മാത്രമല്ല 500 വർഷം പഴക്കമുള്ള ഓക്ക് മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ആ മരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ പോണ വഴിയിലൊക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നൂല് പോലെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ മരങ്ങളില്ലേ, അതാണ് കേട്ടോ. മരങ്ങളല്ല, ആ നൂല് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ അത്തരം മരങ്ങളാണ് ഈ ഓക്ക് മരങ്ങൾ എന്ന് പറയണത്. നമ്മൾ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ സവാനയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തരം മരങ്ങൾ. അപ്പോൾ ഇതെല്ലായിടത്തും കാണണമെന്നൊന്നുമില്ല ഈ മരങ്ങൾ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു പാർക്കിലെ പ്രത്യേകതകൾ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും മിസ്സായി പോയി. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വീണ്ടും നമുക്ക് കടലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ട പോലെ തന്നെ യാച്ചുകളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുക. കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കണ കണ്ടില്ലേ. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയാസുകളാണ്. നമുക്കങ്ങനെ വണ്ടിയൊന്നും അങ്ങനെ നിർത്തിയിടാൻ പറ്റൂല. അങ്ങനത്തെ ഏരിയയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി അവിടെ ഇരുന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാണ്. കണ്ടിട്ട് നല്ല ഭംഗി, ഇതെങ്ങനെ വിട്ട് കളയാൻ തോന്നും. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. പ്രത്യേകമായിട്ട് ഇങ്ങനെ വോക്ക് വേ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള. ആ ബോട്ടുകളൊക്കെയാണ് തോന്നണം, എനിക്ക് അറിയില്ല കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ അധികം നേരമൊന്നും അവിടെ വണ്ടി നിർത്തിയിട്ടില്ല. നമ്മളിതേ കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ട് പോയി. നമ്മളിപ്പോൾ കുറച്ചും കൂടി അടുത്തായിട്ടുള്ളൊരു സ്പേസിൽ വന്നേക്കണേ. കാറൊക്കെ എന്ത് രസം കാണാൻ ഉണ്ടോ, പ്രത്യേക ഷേപ്പല്ലേ. ഇവിടെ ഇരിക്കാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടിലേക്കൊക്കെ ആൾക്കാർ കയറണമൊക്കെ കാണാം അവിടെ ബാക്കിൽ. അടിപൊളി സ്ഥലം. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബോട്ട് റെൻറ്റിന് എടുത്തിട്ട് പോവാം കേട്ടോ. അങ്ങനത്തെ ആളുകളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആ വണ്ടി നിർത്തിയിട്ടിട്ടില്ലേ, അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഫാമിലി ഇറങ്ങിയിട്ട് അവരിതേ ആ കാണുന്ന ബോട്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഹൗസ് ബോട്ടൊക്കെ പോലെ തന്നെയും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ താമസിക്കാം അങ്ങനത്തെയൊക്കെ ടൈപ്പ് ബോട്ടുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ച് ഏരിയ ആയതുകൊണ്ട് എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് കൂടുതലൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ട് കാണാനുള്ളൊരു ടൈമല്ലേ നമുക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഉച്ച ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കുറേ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടുതലൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു വൈബ് കുറവ് ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ദിവസം ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നാളെ മറ്റാന്നൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആക്റ്റീവ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു.
അങ്ങനെ 1-2 റെസ്റ്റോറൻറ്റിലൊക്കെ വിളിച്ചു ചോദിച്ചു ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തേടി തേടി ലാസ്റ്റ് ഒരു താഴെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, അടിപൊളി വൈബായിരുന്നേ, ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ കാണാനൊക്കെ നല്ല രസമായിരുന്നു, ഇരിക്കാനൊക്കെ ഒരുപാട് സ്പോട്ടൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ അങ്ങനെ ഇരുന്നു. തണുപ്പുണ്ടായിരുന്നു, എന്നാലും പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഫുള്ള് തിരക്കായിരുന്നു. ഇരുന്നിട്ടും കുറേ നേരമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല തായ് ഫുഡായിരുന്നു. ഒരുപാട് നാളായി തായ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട്. ടേബിളൊക്കെ നോക്കി അവരിങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തേക്കണ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വൈറ്റ് റൈസും, പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി, പിന്നെ അതേ ഇത് കണ്ടില്ലേ കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് വേറൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് ലാസ്റ്റ് വൈകിട്ടാകുമ്പോഴത്തേനും നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്നാണ് കേട്ടോ നമ്മൾ തീരുമാനിച്ചേക്കണത്. അല്ലെങ്കിൽ ഇപ്പോൾ ബീച്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോക്ക് നടക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കവർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ആ റൈറ്റ് സൈഡിൽ കാണാണ്ടോ, ഇതൊരു സെമിത്തേരി ആണ്. ആ സെമിത്തേരിയിൽ ഫുള്ള് കല്ലറകളിൽ ഇങ്ങനെ ക്രിസ്മസ് പ്രമാണിച്ചാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഫുള്ള് ഇങ്ങനെ റോസാപ്പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്നത് ഇവിടുത്തെ വീടുകളാണ്. ന്യൂജേഴ്സിയിലെ വീടുകളിൽ നിന്ന് വ്യത്യാസം തോന്നി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകൾ ഭൂരിഭാഗവും 1 നില വീടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപൂർവം കുറച്ച് വീടുകളാണ് 2 നില വീടുകളുള്ളൂ. പിന്നെയും വെല്ലിംഗ്ടണിൽ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വെല്ലിംഗ്ടണിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ. ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.